ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്നതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കറുത്തിരുണ്ട ആകാശത്ത് കാണുന്ന ഓരോ വസ്തുക്കളും അവൻ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുവാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് കാലം കുറേ കടന്നു പോവുകയും മനുഷ്യൻ്റെ ചിന്താശേഷി വർദ്ധിക്കുകയും മനുഷ്യനിർമ്മിത പേടകങ്ങളുടെ സഹായത്താൽ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളിലേക്കും അവൻ യാത്ര ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ്റെ യാത്ര അഞ്ചാമതായി എത്തിച്ചേർന്ന ഗ്രഹമായിരുന്നു സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴമെന്ന വാതക ഭീമൻ. ഒരു പക്ഷേ വ്യാഴമെന്ന ഗ്രഹവും അതിൻ്റെ ഗുരുത്വാകർഷണവും ഒരു പടച്ചട്ട പോലെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഉൽക്കകളിൽ നിന്നും ധൂമകേതുക്കളിൽ നിന്നും സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് കാണപ്പെടുക അസാധ്യമായി മാറുകയും ചെയ്യുമായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം റോമൻ മിത്തോളജിയിലെ ദൈവങ്ങളുടെ രാജാവായ ജൂപ്പിറ്ററിൻ്റെ പേര് നൽകി അറിഞ്ഞോ അറിയാതെയോ നാം ഈ ഗ്രഹത്തെ വിളിക്കുവാനായി ആരംഭിച്ചതും. വ്യാഴമെന്ന ഈ ഭീമൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിഗൂഢതകൾ തേടി മനുഷ്യൻ്റെ യാത്രകൾ ആരംഭിച്ചത് 1973 നാസ വിക്ഷേപിച്ച പയനിയർ 10 ദൗത്യത്തിലൂടെയാണ്. അതിനുശേഷം ഗലീലിയോയും ജൂണോയും മറ്റനേകം ദൗത്യങ്ങളും വ്യാഴത്തിനെക്കുറിച്ചും വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ അതിൻ്റെ സമുദ്രങ്ങളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ജീവൻ്റെ തുടിപ്പുകൾ അന്വേഷിച്ചിട്ടുള്ള യാത്ര മനുഷ്യൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2024 നാസ വിക്ഷേപിച്ച 2030 യൂറോപ്പയിൽ എത്തിച്ചേരുന്ന യൂറോപ്പ ക്ലിപ്പർ ഒരു പക്ഷേ ആ നിഗൂഢതകൾക്കെല്ലാമുള്ള ഉത്തരം മറനീക്കി പുറത്ത് നൽകുകയും ചെയ്യുമായിരിക്കാം. സൂര്യനിൽ നിന്നും ഏകദേശം 778 മില്യൺ, അതുമല്ലെങ്കിൽ 5.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ സ്ഥിതി ചെയ്യുന്ന ജൂപ്പിറ്ററിന് സൂര്യനെ ഒന്ന് വലം വയ്ക്കുവാനായി മാത്രം 11.8 വർഷങ്ങൾ, അതുമല്ലെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം വേണ്ടിവരും. അങ്ങനെയാണെങ്കിലും വ്യാഴത്തിന് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഒന്ന് കറങ്ങുവാനായി വെറും 9 മണിക്കൂറും 55 മിനിറ്റും മാത്രം മതിയാകും. മുഴുവൻ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹവും നമ്മുടെ ജൂപ്പിറ്റർ തന്നെ. വ്യാഴത്തിൻ്റെ ഈ കറക്കത്തിൻ്റെ വേഗത കൊണ്ട് മാത്രം അതിൻ്റെ ഇക്വേറ്ററിൽ ഒരു ബൾജിൻ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് ഭൂമിയുടേതിനേക്കാളും 11 മടങ്ങിലധികം വ്യാസവും 318 ഭൂമി കൂടുന്ന അത്രയും ദ്രവ്യവുമുണ്ട്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് കഴിഞ്ഞ 350 വർഷങ്ങളായി അവസാനിക്കാതെ നിരന്തരമായി വീശി അടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന കൊടുങ്കാറ്റ്. ഭൂമിയുടേതിനേക്കാളും 1.3 മടങ്ങ് വലിപ്പമുള്ള ഈ കൊടുങ്കാറ്റ് ആദ്യമായി കാണപ്പെട്ടത് 1600കളിലാണ്. ഏകദേശം 430 കിലോമീറ്റർ വേഗതയിൽ ഇന്നും വീശി അടിക്കുന്ന ഈ കൊടുങ്കാറ്റിന് വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഫോസ്ഫറസും സൾഫറും മറ്റും സൂര്യപ്രകാശവുമായി നടത്തുന്ന ഇൻ്ററാക്ഷനെ തുടർന്ന് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. ആയതിനാൽ തന്നെ നമ്മൾ ഇന്നതിനെ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നും വിളിക്കുന്നു. ഭൂമിയെപ്പോലെ ഒരു കരഭാഗമില്ലാത്തതിനാൽ, ഒരു വാതക ഭീമനായതിനാൽ കരതൊട്ട് അവസാനിക്കാതെ ഇന്നും ആ കൊടുങ്കാറ്റ് വീശി അടിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. അതിവേഗത്തിൽ കറങ്ങുന്ന ഗ്രഹമായതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന അതിശക്തമായ കറൻറ്റുകൾ ഈ കൊടുങ്കാറ്റ് ഇന്നും നിലയ്ക്കുവാതെ നിലനിന്ന് പോരുവാനായി സഹായിക്കുന്നു. എന്നിരുന്നാലും വളരെ സാവധാനമാണെങ്കിലും അതിൻ്റെ ശക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ നുരക്ക് തുടർന്നു പോന്നു കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് പൂർണ്ണമായും ഇതില്ലാതാകുകയും ചെയ്യും. ഭൂമിയെപ്പോലെ ഒരു കരഭാഗമില്ല എങ്കിലും വ്യാഴത്തിൻ്റെ 90 മുതൽ 95% ദ്രാവകങ്ങളും വാതകങ്ങളാണെങ്കിലും സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കാന്തിക വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം അത് നമ്മുടെ ജൂപ്പിറ്ററാണ്. ഭൂമിയുടേതിനേക്കാൾ 14 മടങ്ങ് ശക്തമായ കാന്തിക വലയങ്ങളാണ് വ്യാഴത്തിനുള്ളത്. ഭൂമിക്ക് കാന്തിക വലയങ്ങൾ ലഭിക്കുന്നത് ജിയോ ഡൈനാമോ എഫക്റ്റ് വഴിയാണെങ്കിൽ വ്യാഴത്തിനാകട്ടെ മെറ്റാലിക് ഹൈഡ്രജൻ മൂലം രൂപം കൊണ്ടുവന്നിട്ടുള്ള സമുദ്രങ്ങളിൽ രൂപം കൊള്ളുന്ന കറൻറ്റുകളുടെ ഫലമായി ഉണ്ടാകുന്ന ഡൈനാമോ എഫക്റ്റ് വഴിയാണ്. വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 90% ഹൈഡ്രജനും ബാക്കി വരുന്ന 10% ഹീലിയവും മീഥേനും അമോണിയയും ജലകണികയും മറ്റ് എലമെൻറ്റുകളാലും സമ്പുഷ്ടമാണ്. നിലവിൽ ഇതുവരെ വ്യാഴത്തിൻ്റെ 95 ഉപഗ്രഹങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിരന്തരമായി
അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അയ്യോയും ജീവൻ്റെ തുടിപ്പുകൾ കാണുവാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്ന യൂറോപ്പയും സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ ഗാനിമേഡും പുരാതന ഉപഗ്രഹം എന്നറിയപ്പെടുന്ന കാലിസ്റ്റോയും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ വലയങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഗ്രഹമായിരുന്നു വ്യാഴം. എന്നാൽ കാലം മുന്നോട്ട് പോയ സമയം പൊടിപടലങ്ങൾ കൊണ്ടും മറ്റ് നിർമ്മിതമായ 3 നേർത്ത വലയങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഒരു പടച്ചട്ട പോലെ സംരക്ഷിക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ നമുക്ക് അടുത്തറിയാനുള്ളത്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അത് എഴുതി അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.